ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശയ്ക്ക് മുമ്പിൽ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. മോശയുടെ ഇസ്രായേൽ ജനതയുമൊത്തുള്ള യാത്രാ മധ്യത്തിൽ എല്ലാ ഘട്ടത്തിലും ഇസ്രായേൽ ജനത അനുഭവിച്ചത് ദൈവത്തിൻ്റെ മഹത്വമാണ്. നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം ഈ ദൈവമഹത്വം നമ്മുടെ എല്ലാ ജീവിത അനുഭവങ്ങളിലും നമുക്ക് കൂടെ അനുഭവിക്കാനുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടാവട്ടെ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതയാത്രയിലും മോശയ്ക്ക് ലഭിച്ച ഇതേ മഹത്വം നമുക്ക് വേണം. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ഈ വലിയൊരു മഹത്വം ഞങ്ങൾ വെളിപ്പെടാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ ഈ മഹത്വം നഷ്ടപ്പെട്ടു പോയ പല അനുഭവങ്ങളുടെ മധ്യത്തിലാണ് ഇപ്പോൾ പലരും പ്രാർത്ഥിക്കുന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചും ഭാരപ്പെട്ടും സംശയിച്ചും ചില കാര്യങ്ങളിൽ വലിയ ഞെരുക്കത്തിലും ഒക്കെ പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. ഓരോ വ്യക്തിയും വിശ്വസിക്കുക, ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ വെളിപ്പെടണം. മോശയോട് ദൈവം പറഞ്ഞു, മോശേ, ഞാൻ നിന്നോടുകൂടെ വരികയും നീ ആവശ്യപ്പെട്ട കാര്യം ചെയ്യുകയും നിന്റെ ജീവിതത്തിൽ വ്യക്തമായി ഞാൻ നിന്നോടുകൂടെ ഇടപെടുകയും ചെയ്യും. നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. ഓരോ വ്യക്തിയും വിശ്വസിക്കുക, മോശയ്ക്ക് ലഭിച്ച ഈ വാഗ്ദാനം കർത്താവേ ഇതെന്നിൽ സംഭവിക്കട്ടെ. ഇസ്രായേൽ ജനതയുടെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും അനുഭവിച്ച ദൈവത്തിൻ്റെ മഹത്വം കർത്താവേ എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കട്ടെ. ഓരോ ആവശ്യങ്ങളിലും കൃത്യമായ വ്യക്തമായ ദൈവ സാന്നിധ്യം ആ ഇസ്രായേൽ ജനത അനുഭവിച്ചറിഞ്ഞു. ഓരോരുത്തരും ആഗ്രഹിക്കുക, ദൈവത്തിൻ്റെ മഹത്വം ആവശ്യമുള്ള മേഖലകൾ പറഞ്ഞു പ്രാർത്ഥിക്കുക. സാമ്പത്തിക ഞെരുക്കങ്ങൾ പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, ദൈവത്തോട് പറയുക, ദൈവമേ അങ്ങയുടെ മഹത്വം എൻ്റെ സാമ്പത്തിക മേഖലകൾ വെളിപ്പെടട്ടെ. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ മക്കളിൽ ദൈവമഹത്വം വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ട് വല്ലാണ്ട് ഞെരുക്കത്തിലുള്ളവർ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആഗ്രഹിക്കുക, എൻ്റെ ഉത്തരവാദിത്തത്തിൽ കർത്താവേ അങ്ങയുടെ മഹത്വം വെളിപ്പെടണമേ. കർത്താവേ, ഞങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിലും അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ. ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ ആഗ്രഹമാണ്. ചില വഴികൾ അടഞ്ഞുപോയെന്നോർത്ത് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരിത് ഇവിടെയുണ്ട്. ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന് അറിഞ്ഞുകൂടാ. പണം കൊടുത്തിട്ട് അതൊരു വഞ്ചനയാക്കപ്പെട്ട അവസ്ഥ. വിദേശത്ത് പോകാൻ വേണ്ടി പണം കൊടുത്തതാണ്, പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, വലിയ ഭാരവും ദുഃഖവും നിരാശയും. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്നു. നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും. സഹോദര സഹോദരി, നീ വിശ്വസിക്കുക. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേകരോട് കർത്താവ് പറയുന്ന കാര്യമാണ്, നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും. ദൈവത്തിൻ്റെ മഹത്വം നീ അനുഭവിക്കും. അത് നിന്നല്ലെങ്കിൽ നാളെ നിന്നിൽ സംഭവിക്കണം. ആഗ്രഹിക്കുന്തോറും കർത്താവ് അതിൽ ഇടപെടും. നാഹൂമിന്റെ പ്രവചനം 1:7 കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളുകളിൽ അഭയകേന്ദ്രവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടും. എന്ത് ചെയ്യണമെന്നറിയോ? കഷ്ടതയുടെ നാടുകളിൽ അഭയദുർഗമായ അവിടുത്തെ ആശ്രയിക്കണം. രണ്ട് കരങ്ങളും അൾത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ചേ. നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ കടന്നു പോകുന്ന ഏത് കഷ്ടതയുടെ നാളാണ്, എന്താണ് നിന്റെ അവസ്ഥ, ആ അവസ്ഥയിലേക്ക് കർത്താവിനെ ആശ്രയിക്കണം, കർത്താവിനെ വിളിക്കണം. കാരണം കർത്താവ് നിന്നെ അറിയുന്നു, അവിടുന്ന് നല്ലവനാണ്. ദൈവമേ, അങ്ങയുടെ മഹത്വം വെളിപ്പെടണം. 2 തിമോത്തിയോസ് 2:19 ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു. അതിൽ ഇങ്ങനെ മുദ്രിതമായിരിക്കുന്നു, കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. യെസ്, നിന്നെ കർത്താവിനറിയാം. നിന്റെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു. ഗലാത്യ ലേഖനം 4:9 എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. ദൈവം നിങ്ങളെ അറിയുന്നു. 2 കരങ്ങളും അൾത്താരയുടെ നീട്ടിപ്പിടിച്ചോ. നിന്നെ അറിയുന്ന ദൈവം,
നിന്റെ കുടുംബത്തെ അറിയുന്ന ദൈവം, നിന്റെ അവസ്ഥയെ അറിയുന്ന ദൈവം, നിന്റെ സങ്കടങ്ങൾ അറിയുന്ന ദൈവം. ദൈവമേ, അങ്ങയുടെ മഹത്വം ഈ ദിവസങ്ങളിൽ തന്നെ അനുഭവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഒരു വലിയ ദൈവിക ഇടപെടലിന് വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ അങ്ങയുടെ മഹത്വം വെളിപ്പെടണം. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ അത്ഭുത ശക്തി ഈ നാളുകൾ തന്നെ അനുഭവിക്കാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, സംഭവിക്കട്ടെ. അങ്ങയുടെ മഹത്വത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ ശോഭിതരാകട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ, ശക്തിപ്പെടട്ടെ, ബലപ്പെടട്ടെ. ഓരോ വ്യക്തിയുടെ മേലും ദൈവിക ശക്തി വെളിപ്പെടട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് വിശ്വസിക്കുക, ദൈവത്തിന്റെ മഹത്വം എൻ്റെ മേലുണ്ട്, ദൈവത്തിന്റെ പ്രകാശം എൻ്റെ മേലുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട്. കാരണം ദൈവത്തിന് എന്നെ നന്നായി അറിയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നിന്നെ നന്നായി അറിയാമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദൈവത്തോടും ദൈവകാര്യങ്ങളോടും മറുതലിക്കുന്ന, അസ്വസ്ഥപ്പെടുന്ന, ഭാരപ്പെടുന്ന, പാപ വഴികളിലൂടെ സഞ്ചരിക്കുന്ന എന്തെങ്കിലും നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിച്ച്, കർത്താവേ, അങ്ങേക്കെതിരെ മറുതലിക്കുന്ന, എൻ്റെ ഇഷ്ടം മാത്രം തേടുന്ന, എൻ്റെ ജീവിതത്തിൽ അങ്ങ് എന്നെ അറിയുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ച് എൻ്റെ ഇഷ്ടം മാത്രം തേടുന്ന ഒരു പാപാവസ്ഥ എന്നെ ഉള്ളിലുണ്ട്. കർത്താവെ, ഞാനത് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് എന്നിൽ ഇടപെടണമേ. ഓരോ വ്യക്തിയും സമർപ്പിക്കുക. കർത്താവെ, ഇത് അൾത്താരയിലേക്ക് ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. കർത്താവെ, അങ്ങ് അത്ഭുതകരമായി എന്നിൽ ഇടപെടണം. സാധിക്കുന്ന ഓരോരുത്തരും രണ്ട് കരങ്ങൾ യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ച്, യാചനാപൂർവ്വം നീട്ടിപ്പിടിക്കുക. കർത്താവെ, ഈ നീട്ടിപ്പിടിച്ച കൈകളിൽ ഞങ്ങളുടെ എല്ലാ കുറവുകളുമുണ്ട്. പലപ്പോഴും ഞങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിയും ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങളുടെ കുടുംബ പാരമ്പര്യവും ഞങ്ങളുടെ സമ്പത്തും എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പലപ്പോഴും കർത്താവെ ഞങ്ങളുടെ തലയ്ക്കകത്ത് ഒരു പൊട്ട ചിന്തയുണ്ട്. ആ ചിന്തകളും ആ ആലോചനകളും ദൈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. അങ്ങ് നൽകാതെ ഞങ്ങൾക്കൊന്നുമില്ല. കർത്താവെ, എന്നെ നന്നായി അറിയുന്നവനെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. നാഹൂം പ്രവചനം 1:7 ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഉണ്ടായ എല്ലാ അനുഭവങ്ങളും അങ്ങേ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് പൊറുക്കണം. ഞങ്ങൾക്കുണ്ടായ തെറ്റായ അനുഭവങ്ങൾ, ഞങ്ങൾക്കുണ്ടായ തെറ്റായ തീരുമാനങ്ങൾ, പാപവഴികൾ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ ഉപേക്ഷിച്ച ഞങ്ങളുടെ സ്വാർത്ഥതയുടെ ഓരോ വഴികളും അത് ഞങ്ങളുടെ തലയ്ക്കകത്ത് വന്ന പൊട്ട ചിന്തകൾ കൊണ്ടാണ്. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ ആശ്രയിക്കാൻ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. കർത്താവെ, അങ്ങാണ് ഞങ്ങളുടെ അഭയദുർഗം. കർത്താവെ, ഞങ്ങളുടെ കഷ്ടതയുടെ നാളുകളിൽ അങ്ങാണ് ഞങ്ങൾക്ക് ബലം നൽകുന്നത്. കർത്താവ്, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഇന്നോളം ഉണ്ട എല്ലാ അനുഭവങ്ങളിലും കർത്താവെ ഞങ്ങൾ വിശുദ്ധീകരിക്കുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നലകളിൽ നമുക്കുണ്ടായ എല്ലാ മുറിവുകളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ തെറ്റായ തീരുമാനങ്ങളും, എല്ലാ പാപവഴികളും കർത്താവ് വിശുദ്ധീകരിക്കുന്നുണ്ട്. നിന്റെ മേൽ കർത്താവിൻ്റെ കൃപ ഒഴുകുന്നുണ്ട്. രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ച് അറിയാവുന്നതുപോലെ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേൽ ഇത് സംഭവിക്കപ്പെടട്ടെ. കുറവുകളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് തന്നെ ഓരോ വ്യക്തിയുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവ് ചൊരിയട്ടെ. ഓരോ വ്യക്തിയുടെ മേലും കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഓരോ വ്യക്തിയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ച് ശക്തിയോടെ. ആമേൻ. യെസ്, ഞങ്ങൾ ഏറ്റെടുക്കുന്നു.
അങ്ങയുടെ മഹത്വം ഞങ്ങൾ വെളിപ്പെടുത്തി ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ അഭയദുർഗം. യെസ്, ശക്തിയോടെ കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഓ കർത്താവെ, ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. സംഭവിക്കട്ടെ. ഈ നിമിഷം ദൈവശക്തി ഇന്നിവിടെ, ഈ നിമിഷം ദൈവശക്തി ഈ നിമിഷം ദൈവശക്തി. ആമേൻ. ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന ജനതകൾ കണ്ടിടട്ടെ. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ ആശ്രയിക്കുന്നു. ദൈവമേ, ഞങ്ങളിൽ അങ്ങനെ ആശ്രയിക്കുന്നു. കർത്താവയുടെ അങ്ങയുടെ മഹത്വം ഞങ്ങൾ വെളിപ്പെടണം. തടസ്സങ്ങൾ മാറണമേ, കെട്ടുകൾ അഴിയണമേ, ഒരു പുതിയ അഭിഷേകം വെളിപ്പെടണമേ. ആരാധന 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരും പറഞ്ഞേ ആമേൻ, 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 ആമേൻ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് നീ വിശ്വസിക്കുക. എൻ്റെ ദൈവത്തിന് എന്നെ നന്നായി അറിയാം. എൻ്റെ ഇന്നോളമുള്ള അവസ്ഥകൾ അറിയാം. നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല, മറിച്ച് നിന്നെ മുന്നോട്ട് നയിക്കുന്നു. നിനക്കുണ്ടായ കുറവുകളെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. കർത്താവ് നിന്നെ നയിക്കുന്നു. നിനക്ക് കഴിവില്ലല്ലോ, ഗുണമില്ലല്ലോ എന്നോർത്തോട് നീ ചിന്തിക്കേണ്ട. കർത്താവ് നിന്നെ നയിക്കുന്നു. മുമ്പോട്ടുള്ള വഴികളെ കർത്താവ് പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കാരുണ്യം നിന്റെ മേലുണ്ട്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീ ഇവിടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പറയുന്നു, നീ വിഷമിക്കേണ്ട, കർത്താവിന് നിന്നെ അറിയാം. ഓൺലൈനിൽ പങ്കെടുക്കുന്ന ഒത്തിരി പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വിഷമിക്കേണ്ട, നിന്നെ ഒരു ദേശത്തെത്തിച്ച ദൈവം ആ ദേശത്ത് ജീവിക്കുന്നതിനാവശ്യമായതെല്ലാം ക്രമീകരിക്കും. പ്രത്യേകിച്ച് കർത്താവ് അനേകരോട് പറയുകയാണ്, നിന്നെ ഒരു ദേശത്തെത്തിച്ചല്ലോ, എങ്കിൽ കർത്താവ് ആ ദേശത്ത് ജീവിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളും കർത്താവ് ക്രമീകരിക്കും. ഒരു വാടക വീട്ടിൽ നാളുകളായിട്ട് കഴിയുന്നൊരു കുടുംബം വലിയ ഭാരത്തിൽ ദൈവം പ്രാർത്ഥിക്കുന്നു. വിചാരിച്ചതുപോലെ പല കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ള ചിന്തയുണ്ട്. കർത്താവ് പറയുന്നത്, വിഷമിക്കേണ്ട, കർത്താവിൻ്റെ ശക്തി നിന്റെ മേലുണ്ട്. കർത്താവിൻ്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം ഞങ്ങളിൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അധ്വാനത്തിന് തക്ക ഫലം നൽകി അനുഗ്രഹിക്കും. വിശ്വസിച്ച് ഏറ്റെടുക്കുക. കർത്താവ് നിന്നിൽ ഇടപെടും. ഇതായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിക്കുക, കർത്താവിൻ്റെ കരബലം എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. നമുക്ക് ഒരുമിച്ച് ഈശ്വരാശീർവാദം സ്വീകരിക്കാം. ഓരോ വ്യക്തിയും വിശ്വസിക്കണം, എന്നെ എൻ്റെ ദൈവത്തിന് നന്നായി അറിയാം. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്നെ പ്രാണനായകനീശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനീശു. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താനോനിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താനോനിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും.